നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും E20 അല്ലെങ്കിൽ എത്തനോൾ കലർന്ന പെട്രോളിനെ പറ്റിയുള്ള ചർച്ചകളാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും വലിയ പിടിയില്ല എന്നാണ് കേൾക്കുന്നത്. ചില വാഹനങ്ങൾ എത്തനോൾ, അതായത് E20 പെട്രോൾ അടിച്ചതിന് ശേഷം കാര്യമായ രീതിയിൽ തകരാറ് സംഭവിച്ച് വഴിയിലായി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2030 E20 അല്ല, E100 പെട്രോൾ തന്നെ വരുമെന്നാണ് ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക മാറുന്നില്ല. ഇപ്പോൾ പുതിയ E20, E85, E100 തുടങ്ങിയ പെട്രോളൊക്കെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അവ ഈ പെട്രോൾ ഓടുമോ എന്നുള്ള ആശങ്കയാണ് പ്രധാനമായിട്ടും ജനങ്ങൾക്കുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ വല്ല സത്യാവസ്ഥ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായൊരു മറുപടി ആർക്കും പറയാൻ കഴിയുന്നില്ല. എങ്കിലും എന്തൊക്കെയാണ് ആശങ്കകൾ, എന്തൊക്കെയാണ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അറിയാവുന്ന ഇൻഫർമേഷനൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആശങ്കകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നിതിൻ ഗഡ്കരി എന്ന നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ മക്കളുടെ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലും കേട്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയെ പറ്റി വലിയ അഴിമതി ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാര്യമായ രീതിയിൽ അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം എന്തൊക്കെയാണ് ഈ ഒരു രംഗത്തെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം. അപ്പോൾ ഫ്ലെക്സ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ മൈലേജ് കുറയുമോ, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഘടകങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമോ, ഫ്ലെക്സ് ഫ്യൂവൽ നിർബന്ധമായി നടപ്പാക്കിയാൽ പഴയ വാഹനങ്ങളുടെ ഗതി എന്താകും എന്നൊക്കെയാണ് പ്രധാനമായും വാഹന ഉടമകൾ ചോദിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എങ്ങും തൊടാത്ത ഉത്തരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില അവസരങ്ങളിൽ സർക്കാരിൻ്റെ തലപ്പത്തുള്ളവർ തന്നെ വളരെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ടുള്ള ആർ വെങ്കട രമണി കോടതിയിൽ പറഞ്ഞത് ഇതൊരു പരീക്ഷണമാണ് എന്നുള്ള കാര്യമാണ്. അത് ആകെ ചർച്ചയായി. കാരണം ഒരു പരീക്ഷണമല്ലല്ലോ ജനങ്ങളുടെ മേൽ നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പറയുന്നത് അദ്ദേഹം തിരുത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും E20 എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ E85 ഇന്ത്യയിലെ എല്ലാ പെട്രോൾ പമ്പുകളിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചില പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് അദ്ദേഹം തിരുത്തി പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. എന്തായാലും ആ ഒരു ചർച്ച അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും വാഹന നിർമ്മാണ കമ്പനികളാണ്. അപ്പോൾ വാഹന നിർമ്മാണ കമ്പനികളിൽ 2-3 പേര് ഇതിന് പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. മാരുതിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ രാഹുൽ ഭാരതി പറഞ്ഞത് 2023 മുതൽ തന്നെ മാരുതിയുടെ കാറുകൾ E20 ഓടാൻ തക്കവണ്ണമാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും ഇതുവരെ അത്തരം വാഹനങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ്. അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് തെളിയിക്കാനായിട്ട് E10 ഓടിയിരുന്ന പല വാഹനങ്ങളും E20 ഓടിച്ച്, അതായത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ടും പ്രശ്നങ്ങളൊന്നും നോക്കി കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഹീറോ മോട്ടോകോർപ്പിൻ്റെ ചീഫ് ബിസിനസ് ഓഫീസർ അശുതോഷ് വർമ്മ പറയുന്നത് E20 ഓടിയ വാഹനങ്ങളുടെ സർവീസ് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ്. ടൊയോട്ട കിർലോസ്കറിൻ്റെ വൈസ് പ്രസിഡന്റ് വിക്രം ഗുലാത്തി ആകട്ടെ ഇതിനെപ്പറ്റി വാഹന ഉടമകൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല, അത്രയധികം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വാഹന നിർമ്മാതാക്കൾ വാഹനം നിർമ്മിക്കുന്നത് എന്നാണ്. ഒരു ഇന്നോവ ഹൈക്രോസ് E20 ഫ്യൂവൽ സ്ഥിരമായി അടിച്ചതിനെ തുടർന്ന് തകരാറിലായി വഴിയിലായ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് E20 ഉപയോഗിച്ചതിൻ്റെ പ്രശ്നമല്ല, മായം കലർന്ന പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ജൂലൈ 2 പ്രസ്താവിച്ചത് റേസ് കാറുകളിൽ പോലും എത്തനോൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്നാൽ അദ്ദേഹം മറന്നുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ റേസ് കാറുകൾക്ക് മൈലേജ് പ്രശ്നമല്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ അവിടെ എഞ്ചിനുകൾ നിരന്തരമായി ഓരോ റേസ് കഴിയുമ്പോഴും ഈവൻ റേസുകൾക്കിടയിൽ പോലും കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ റേസ് കാറുകൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധാരണ വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി തയ്യാറായിട്ടുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ SIAM എന്ന് പറയുന്ന ആ ഒരു സംഘടനയാണ്. അവർ പറയുന്നത് E10 ഫ്യൂവൽ ഇന്ത്യ മുഴുവൻ ലഭ്യമാക്കണമെന്നുള്ള കാര്യമാണ്. അതായത് അടിസ്ഥാന ഫ്യൂവലായിട്ട് എപ്പോഴും E10 വേണം. E20 അതുപോലെ ഇനി വരാൻ പോകുന്ന E85, E100 അതെല്ലാം പമ്പിൽ ഏതെങ്കിലും 1-2 ഡിസ്പെൻസറുകൾ ലഭ്യമാക്കുക, ബാക്കി എപ്പോഴും E10 ലഭ്യമാക്കണം. അപ്പോഴാണ് പഴയ വാഹനങ്ങൾക്ക് പോലും ആശങ്കയില്ലാതെ E10 ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് E20 ആയിരിക്കും അടിസ്ഥാന ഫ്യൂവൽ. അതായത് E10 എന്ന് പറയുന്ന ഫ്യൂവൽ പതുക്കെ ഫേസ് ഔട്ട് ചെയ്ത് ഒരു അടിസ്ഥാന ഫ്യൂവലായിട്ട് E20 ആണ് ഉപയോഗിക്കുക. പിന്നീട് വരുന്ന E85, E100 വരുന്ന സമയത്ത് ചിന്തിക്കുക എന്നുള്ള മട്ടിലാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അപ്പം അടിസ്ഥാന ഫ്യൂവൽ തീർച്ചയായിട്ടും ഇനി ഇന്ത്യയിലെ എല്ലാ പമ്പുകളിലും E20 ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ E10 ഓടുന്ന വാഹനങ്ങൾക്ക് E20 ഓടാൻ 15,000 രൂപയ്ക്ക് കൺവേർഷൻ കിറ്റുകൾ ലഭ്യമാണ് എന്ന് മാരുതി ഇടയ്ക്കൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാരുതി ആ പറയുന്ന കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരു കിറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് മാരുതി ഇപ്പോൾ ഈയിടെ പറഞ്ഞത്. പക്ഷേ മാരുതി പറയുന്നത് ഞങ്ങൾ കുറച്ച് കൺവേർഷൻ കിറ്റുകളൊക്കെ നിർമ്മിച്ചിരുന്നു, പക്ഷേ ഞങ്ങളുടെ സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ചില വാഹനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ നോക്കി പരീക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചത്, അല്ലാതെ അത് വെളിയിൽ വിൽക്കാനല്ല എന്നാണ് മാരുതി ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴാണ് ഓട്ടോമോട്ടീവ് റിസർച്ച്
അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, അതായത് ARAI എന്ന് പറയുന്നൊരു വലിയ സംഘടനയുണ്ട്. അവരാണ് ഈ വാഹനങ്ങൾ ഹോമലോഗേഷനൊക്കെ നടത്തുന്നത്. ഒരു വാഹനം ഇന്ത്യക്ക് ചേരുന്ന രീതിയിലാണോ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കാൻ ഏൽപ്പിക്കുന്ന ARAI ആണ്. അതിൻ്റെ തലപ്പത്തിൽ മലയാളിയുമാണ്. അപ്പോൾ അവരുടെ ഒരു പഴയ റിപ്പോർട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വെളിച്ചം കണ്ടതോടെ വിവാദങ്ങൾ കൂടുതൽ ശക്തമായി. 2021 റിപ്പോർട്ടാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. റിപ്പോർട്ട് കണ്ടെത്തിയത് E20 ഇന്ധനം എഞ്ചിൻ്റെ ചില ഘടകങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും എന്നുള്ള കാര്യമാണ്. എഞ്ചിൻ്റെ മെറ്റൽ പാർട്സിനും അവയുടെ പുറത്തുള്ള ആവരണങ്ങൾക്കും പ്രശ്നമുണ്ടാക്കില്ല E20. എന്നാൽ ഫ്യൂവൽ സപ്ലൈ ഭാഗങ്ങളിലെ റബ്ബർ അതുപോലെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്കൊക്കെ നിരന്തരമായ E20 ഉപയോഗം പ്രശ്നമുണ്ടാക്കുമെന്നാണ് ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അങ്ങനെ ആ ഘടകഭാഗങ്ങൾ പ്രശ്നമുണ്ടാകും, തേയ്മാനം കൂടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 2023 ഏപ്രിലാണ് E20 ഫ്യൂവൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം ഇറങ്ങിയ വാഹനങ്ങൾക്ക് കുഴപ്പമില്ല, E20 ഉപയോഗിച്ചാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ അതിന് മുമ്പുള്ള വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ E20 ഫില്ല് ചെയ്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോഹഭാഗങ്ങൾക്ക്, അതായത് എഞ്ചിന് ലോഹഭാഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകില്ലെങ്കിലും റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ARAI എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഈ ഇന്ധന വിതരണ സംവിധാനത്തിലെ ലോഹങ്ങൾ, അതായത് മെറ്റൽ പാർട്സ് അതുപോലെ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഇലാസ്റ്റോമറുകൾ, പ്ലാസ്റ്റിക്കുകൾ എന്നിവയൊക്കെ E20 ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു. അതിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. പരീക്ഷണങ്ങളിൽ മെറ്റൽ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ കണ്ടെത്താനായില്ല. എന്നാൽ ഇലാസ്റ്റോമറുകളുടെ ഘടന കാര്യമായിട്ട് മാറി. ഇന്ധന സിസ്റ്റത്തിലെ പ്രധാന ഘടകഭാഗമായ PS66 എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളും ഉപദേശം നൽകുന്ന ഒരു എപ്പെക്സ് പോളിസി തിങ്ക് ടാങ്ക് എന്ന് വിളിക്കാവുന്ന നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലും ഇതുതന്നെയാണ് 2023 പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ 2021, അതായത് ARAIയുടെ ആ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് വാഹന ഘടകഭാഗങ്ങളുടെ ആയുസിനെ E20 ഇന്ധനം ബാധിക്കും എന്ന് തന്നെയാണ് അവരും കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഇന്ധനക്ഷമതയിൽ 6% വരെ കുറവുണ്ടാകുമെന്നും നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ നീതി ആയോഗിൻ്റെ ഈ ഒരു മൈലേജ് കൺസേണിനെ കേന്ദ്ര ഗവൺമെൻറ് തള്ളിക്കളയുകയാണ്. 20 കിലോമീറ്റർ മൈലേജ് നൽകുന്ന വാഹനത്തിന് 0.6 കിലോമീറ്റർ ഡ്രോപ്പേ മൈലേജിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വിശദീകരിക്കുന്നത്. ഇതിനൊരു ബാക്കപ്പ് പോലെ മാരുതി നടത്തിയ ഒരു പഠനത്തെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. 2025-26 വർഷത്തിൽ മാരുതി 2.84 കോടി വാഹനങ്ങൾ സർവീസ് ചെയ്തു ഇന്ത്യയിലെമ്പാടുമായിട്ട്. അതിൽ E20 ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കണ്ടെത്താനായില്ല എന്നാണ് മാരുതി പറയുന്നത്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം. അപ്പോൾ എത്തനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർഫോമൻസ് കുറയുമെന്ന വാദത്തെയും ഗവൺമെൻറ് തള്ളിക്കളയുന്നുണ്ട്. എത്തനോൾ ഒരു ഹൈ ഒക്ടേൻ ഫ്യൂവലാണ്. 108.5 ആണ് ഒക്ടേൻ വാല്യൂ E20യുടേത്. പെട്രോളിൻ്റേത് 84.4 മാത്രമാണ്. അതുകൊണ്ട് E20 ഫ്യൂൽ ഉപയോഗിച്ചാൽ ആക്സിലറേഷൻ കൂടും എന്നാണ് ഗവൺമെൻറ് വാദിക്കുന്നത്. അതുപോലെ ഫ്ലെക്സ് ഫ്യൂൽ വാഹനങ്ങൾക്ക് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്ന പ്രചരണവും തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അതായത് പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എഞ്ചിനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അത്തരം വാഹനങ്ങൾക്ക് വാറൻറ്റിയും ഇൻഷുറൻസും നിഷേധിക്കില്ല എന്ന് ഇൻഷുറൻസ് കമ്പനികളും വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ, ഞാൻ നേരത്തെ പറഞ്ഞ സയാമും ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, E20 എന്ന് പറയുന്ന എത്തനോൾ വളരെ കുറച്ച് കലർന്ന ഒരു പെട്രോളിൻ്റെ കാര്യത്തിലാണ് ഈ വിവാദം എന്ന് ആലോചിക്കുക. ഇനി വരാൻ പോകുന്ന E85 എന്ന് പറയുന്ന 80% എത്തനോൾ കലർന്ന പെട്രോൾ വരാൻ പോകുന്നു. അതുകൂടാതെ E100 എന്ന് പറയുന്ന ഏതാണ്ട് 95% എത്തനോൾ കലർന്ന പെട്രോൾ. പിന്നെ നമ്മൾ തിരിച്ചാണ് പറയേണ്ടത്, പെട്രോൾ കലർന്ന എത്തനോൾ എന്നാണ് പറയേണ്ടി വരുന്നത്. അതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും പുകിൽ എന്നുള്ള കാര്യം നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിവാദം കൊഴുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ, അതായത് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ആരോപണം കൂടി വരുന്നത്. ഈ നിതിൻ ഗഡ്കരിയെ തീർച്ചയായിട്ടും എനിക്ക് വലിയ ആദരവുള്ള മനുഷ്യനാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ഹൈവേകൾ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അങ്ങനെ ഒരു ആദരവുണ്ട്. ഒരു ഹൈവേ മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമായി പല ബിസിനസ് പബ്ലിക്കേഷൻസും ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ കമ്പനിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ആരോപണങ്ങളുടെ നടുവിലാണെന്നാണ് പറയേണ്ടത്. ഗഡ്കരിയുടെ ഫാമിലി പണ്ടൊരു ബിസിനസ് ഫാമിലിയാണ്. നാഗ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പൂർത്തി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവരുടെ ഒരു കുടുംബത്തിൻ്റെതാണ്. അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ നിഖിലും മനാസുമാണ് ഈ ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗത രീതിയിലുള്ള ബിസിനസ് നടത്തി വന്നൊരു ഒരു കമ്പനിയാണ്. ഷുഗർ, ആഗ്രോ പ്രൊഡക്ട്സ് എന്നിവയിലൊക്കെയായിരുന്നു ഇവർ പണ്ടോട്ട് ശ്രദ്ധിക്കുന്നത്. സോപ്പുകൾ, അതുപോലെ സ്പൈസ് ഓയിലൊക്കെ ആയിരുന്നു ഈ പൂർത്തി ഗ്രൂപ്പ് പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനി ഇപ്പോൾ എത്തനോൾ നിർമ്മാണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതിൻ്റെ രസം എന്ന് വെച്ചാൽ 2024 വെറും 17 കോടി രൂപ വിറ്റുവരവ് ഉണ്ടായിരുന്ന ആ കമ്പനിക്ക് ഇപ്പോൾ 511 കോടി രൂപ വിറ്റുവരവ് വന്നിരിക്കുകയാണ്. അത് E20യിലേക്ക് വേണ്ട ഈ ഒരു എത്തനോൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുതിച്ചു കയറി ഇവരുടെ ഈ ഒരു വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ കമ്പനിയുടെ ഓഹരി വില എന്ന് പറയുന്നത് 40 രൂപയായിരുന്നത് 3138 രൂപയായിട്ട്
കുതിച്ചുയർന്നു. മാർക്കറ്റ് ക്യാപ്പ് 9,222 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ മേക്സ് പോളിസി, ദ സൺസ് മേക്സ് പ്രോഫിറ്റ് എന്നാണ് ഇവരെ പറ്റി കളിയാക്കി പല സോഷ്യൽ മീഡിയയിലും പല പത്രങ്ങളിലൊക്കെ വന്നൊരു കാര്യം. എന്നാൽ ആ ഒരു ആരോപണത്തെയൊക്കെ തള്ളിക്കളയാണ് ഗഡ്കരി. അദ്ദേഹം പറയുന്നത് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന 450 കമ്പനികൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. അതിൽ ഒരു കമ്പനി മാത്രമാണ് മക്കളുടെ കമ്പനി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്ത്യയിലെ ഇത്രയും കമ്പനികൾ 450 കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിൻ്റെ 0.5% മാത്രമാണ് നമ്മുടെ മക്കൾ നിർമ്മിക്കുന്നതെന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചെറിയ അഴിമതി കാണാൻ സാധിക്കും. കാരണം എത്തനോൾ വ്യാപകമാക്കുന്നു എന്ന് മന്ത്രി പ്രസ്താവിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സ്ഥാപനം മറ്റ് പല ബിസിനസ്സും ചേരുന്ന സ്ഥാപനം എത്തനോൾ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഒരു അഴിമതി വേണമെങ്കിൽ തീർച്ചയായിട്ടും ആരോപിക്കാം. എന്തായാലും ഇന്ത്യയിലെ പെട്രോൾ ഉൽപ്പാദനത്തിന് വേണ്ട 85.5% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോൾ 90% കേൾക്കുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും അധികം കാശ് മുടക്കുന്നതും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബദൽ ഇന്ധനം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ധനം തന്നെ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വളരെ കുറയ്ക്കാം. അങ്ങനെ നമ്മുടെ ആഭ്യന്തര വരുമാനം വളരെയധികം കൂട്ടുകയൊക്കെ ചെയ്യാമെന്നുള്ള സത്യമാണ്. അതൊക്കെ തന്നെയാണ് കേന്ദ്ര നിലപാടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2030 95% എത്തനോൾ കലർന്ന E100 എന്ന് പറയുന്ന ഫ്യൂവലാണ് വരാൻ പോകുന്നത്, ഫ്ലെക്സ് ഫ്യൂവലാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക മാറ്റുക എന്നുള്ള കാര്യമാണ്. മൈലേജ് കുറയുമോ? മൈലേജ് കുറഞ്ഞാൽ എത്ര കുറയും? ഇപ്പോൾ ഈ പറഞ്ഞ 0.6%ഒക്കെയാണ് കുറയുന്നത്, കുഴപ്പമില്ല. കാരണം 20 രൂപയോളം ഈ ഒരു ഫ്യൂവലിന് പെട്രോളിനേക്കാളും വില കുറവുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഘടകഭാഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇങ്ങനെ പുതിയ ഫ്ലെക്സ് ഫ്യൂവലൊക്കെ വരുമ്പോഴേക്കും പഴയ വാഹനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉത്തരം തരാതെ അവിടെ ഇവിടെ തൊടാതെ ഓരോ കാര്യം പറയുന്നത് പരീക്ഷണമാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ മക്കളെ സഹായിക്കാനാണെന്നുള്ള ആരോപണത്തിനും തീർച്ചയായിട്ടും ഒരു മറുപടി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബദൽ ഫ്യൂവൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് ഫ്ലെക്സ് ഫ്യൂവൽ ആണെങ്കിൽ കൊള്ളാം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഇത്തരം എല്ലാ ആശങ്കകളും തീർച്ചയായിട്ടും ഉടൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ദൂരീകരിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമുക്ക് മെയിലൊക്കെ വരുന്നുണ്ട്, നമ്മുടെ പല വീഡിയോകളും കമൻ്റായിട്ട് വരുന്നുണ്ട്, എന്താണ് എത്തനോൾ കലർന്ന പെട്രോൾ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ ഉത്തരം തരാൻ എനിക്കൊന്നും സാധിക്കുന്നില്ല. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഞാനും ഒക്കെ പല മീഡിയകളിലൊക്കെ നോക്കുമ്പോഴും മന്ത്രിമാരുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോഴും. അതുപോലെ ഞാൻ നേരത്തെ പറയില്ല, നമ്മുടെ അറ്റോർണി ജനറൽ ഇതൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞു. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊന്നും യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ കൃത്യമായ ഒരു വിശദീകരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നവരെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനേ പറ്റും. ഇപ്പം വാഹന നിർമ്മാതാക്കൾ മാരുതി, ഹീറോയും ടൊയോട്ട എന്നൊക്കെ പറഞ്ഞവർക്ക് ഗവൺമെൻറ് പോളിസിക്കെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന്. കാരണം എത്തനോൾ കലർന്ന പെട്രോൾ വാഹനങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് മാരുതിയോ ടൊയോട്ടയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിലനിൽക്കാനാകുമോ ഇന്ത്യയിൽ? അത് പറ്റില്ല. അപ്പോൾ അതും ഒക്കെ ഒരു കാരണമായിരിക്കും. അപ്പം വളരെ വ്യക്തമായി ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഘടന, ഒരു ബോഡി ഇത് പരിശോധിക്കുകയും കൃത്യമായി ഉത്തരം തരികയും ചെയ്തില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിശ്വാസ്യത ഇതോടുകൂടി തകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും എത്തനോൾ കലർന്നാലും ഇല്ലെങ്കിലും നമുക്ക് വാഹനങ്ങൾ ഉപയോഗിച്ചേ പറ്റും. അപ്പോൾ നിങ്ങൾ ഹ്യുണ്ടായുടെ വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡീലർഷിപ്പാണ് പോപ്പുലർ ഹ്യുണ്ടായി. പോപ്പുലർ ഹ്യുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന ഡീലർഷിപ്പാണ് ഹ്യുണ്ടായുടെ കാര്യത്തിൽ. 35 സെയിൽസ് സെൻറ്റേഴ്സും 35 സർവീസ് സെൻറ്റേഴ്സും കേരളത്തിലുടനീളം പോപ്പുലർ ഹ്യുണ്ടായിക്കുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അവർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചു തരും. എന്നിട്ട് ഓടിച്ച് നോക്കുക. ഓടിച്ചിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനത് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വെന്യൂ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ വെർണ, അതുപോലെ വളരെ മികച്ചൊരു EV ആണ് ക്രെറ്റയുടെ EV. ഇതെല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹ്യുണ്ടായെ പറ്റിയോ പോപ്പുലർ ഹ്യുണ്ടായെ പറ്റി എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. അതിന് പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് പോപ്പുലർ ഹ്യുണ്ടായിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അഭിനന്ദനം അറിയിക്കാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ ഒരു സമയത്ത് കൊടുക്കാറുള്ളത്. പക്ഷേ എത്തനോളിനെ പറ്റി ഇത്രയും ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് എത്തനോളിനെ പറ്റി ആകാം എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അടുത്ത ആഴ്ച കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.